ജനിച്ചതും വളർന്നതും ഒക്കെ മൂവാറ്റുപുഴയാണെങ്കിലും മനസ്സുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ തൊടുപുഴ. അതുകൊണ്ട് തന്നെ നല്ല സാധനങ്ങളും നല്ല ഫുഡും എപ്പോഴും കിട്ടുന്നത് തൊടുപുഴ എന്നാണെന്നാണ് കേട്ടോ എന്റെ മനസ്സിന്റെ ഒരു തോന്നല്. അതുകൊണ്ട് തന്നെ തൊടുപുഴയ്ക്ക് പോകുമ്പോഴൊന്നും ഞാൻ ഈ ഒരു 3 ഷോപ്സ് മിസ് ചെയ്യാറില്ല കേട്ടോ. ഒന്ന് നമ്മുടെ ഗ്രീൻ സ്റ്റോർ ആണ്. ഇവിടെ അത്യാവശ്യം ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും, നല്ല സാധനവും കിട്ടും. എന്റെ ഭയങ്കര ഫേവറേറ്റ് ഷോപ്പിംഗ് സ്പോട്ട് ആണ്. പിന്നെ ഒരെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോ ആണ്. മൂവാറ്റുപുഴ സ്റ്റുഡിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റുഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കേറി ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാരി പറക്കി എടുക്കുക എന്നുള്ളത് ഒരു ഹോബിയാണ്. ഒക്കെ വാരി പറക്കി ഇനി നേരെ ട്രയൽ റൂമിലേക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ ഇട്ട് നോക്കും. എന്നിട്ട് അതിനകത്ത് തോന്നുന്നതിൽ കണ്ണിന് കുളിർമ നൽകുന്ന 2-3 ഡ്രസ്സുകൾ എടുത്ത് നമ്മൾ തിരിച്ചു പോകും. ഇതാണ് സ്ഥിരം പരിപാടി. അതിനിടയ്ക്കൊന്ന് കറണ്ട് പോയേ പേടിക്കണ്ട, എന്റെ ഫ്ലാഷ് ലൈറ്റാ. ഇങ്ങനെയുള്ള ഷോപ്പുകളുടെ ഒക്കെ ട്രയൽ റൂം എനിക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീഡം വാള് പോലെയാണ്. ട്രയൽ റൂമിന് പുറത്ത് പലരോടുള്ള സംസാരങ്ങളിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് വീട്ടുകാർ സമ്മതിക്കില്ല സ്ലീവ്ലെസ് ഇടാൻ, ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാനായിട്ട് ഹസ്ബൻഡ് സമ്മതിക്കില്ല, വീട്ടുകാർ സമ്മതിക്കില്ല. പിന്നെ വണ്ണം കൂടി വണ്ണം കുറവാ, ഇട്ടാ ചേരില്ല, അങ്ങനെ പല ഇൻസെക്യൂരിറ്റീസും മാറി അവർക്ക് എപ്പോഴെങ്കിലും അവരെ കാണണമെന്ന് ആഗ്രഹമുള്ളൊരു ഡ്രസ്സിൽ അവർക്ക് അവരെ കാണാൻ പറ്റുന്നത് ഈ ഒരു വാൾസിനിടയിലാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ചിന്തകളൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഞാനിടും. പിന്നെ നമ്മുടെ ഹൈ റേഞ്ച് ഫുഡ് മാൾ ആണ്. അയ്യോ, ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞ എന്ത് ടേസ്റ്റാന്നറിയോ. നിങ്ങളൊരു ബിരിയാണി ലവർ ആണെങ്കിൽ അല്ലെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ബിരിയാണി കഴിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോകും. അത്ര ടേസ്റ്റ് ആണ് ഇവിടുത്തെ ബിരിയാണി. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വഴിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ റേഞ്ച് ഫുഡ് മാളിൽ കയറിയിട്ട് ഈ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കണേ. ബിരിയാണിയുടെ മണം അടിച്ചാൽ പിന്നെ ഞാൻ ബാസന്തിയാണേ. ബുക്കാരോ ചിന്നക്കുട്ടി. ഇനി ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി. വയറ് നിറഞ്ഞു, ഇനി നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങണം.